സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ ആശ്ചര്യകരമായ ആനന്ദകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പയ്യാമ്പലം ബീച്ചിൻ്റെ അടുത്ത് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി, ചാൾസൺ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്, കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ നീന്തൽ പരിശീലനം മാത്രമല്ല, കേവലം ഒരു നീന്തൽ പരിശീലനത്തിനപ്പുറം വെള്ളത്തിനോടുള്ള ഭയം തീർക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്, അതുപോലെ ലോക സമാധാനം നിലനിൽക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും കടലിൽ, കായലിൽ, പുഴയിൽ നീന്താൻ വേണ്ടിയിട്ട് പരിശീലിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം 16-ാം തീയതി 17-ാം തീയതി പയ്യന്നൂർ കവായിയിൽ നിന്ന് ആരംഭിച്ച് 40 കിലോമീറ്റർ ദൂരം നീന്താൻ വേണ്ടി പോവുകയാണ്. 2,36,000 ചില്ലറ ആളുകളാണ് ഓരോ വർഷവും വെള്ളത്തിൽപ്പെട്ട് മരിക്കുന്നത് എന്നാണ് ചാൾസൺ സാറ് എല്ലാവരോടും പറയുന്നത്. അപ്പോൾ ഇനി ഭൂമിയിൽ ആരും തന്നെ ഒരു മനുഷ്യനും വെള്ളത്തിൽപ്പെട്ട് മരിക്കാൻ പാടില്ല എന്നാണ് ചാൾസൺ സാർ ആഗ്രഹിക്കുന്നത്. എനിക്കൊക്കെ ഈ കടലിലേക്ക് ഇറങ്ങുക, പുഴയിലേക്ക് ഇറങ്ങുക, ദീർഘദൂരം എന്നൊക്കെ പറയുമ്പോൾ ഭയമായിരുന്നു. ഇപ്പോൾ പരിപൂർണമായ ഭയം തീർന്നത് ചാൾസൺ സാറിൻ്റെ ഒരു ട്രെയിനിങ് കൊണ്ടാണ്. ഇപ്പോൾ എത്ര മണിക്കൂറുകളും കടലിലോ കായലിലോ നീന്താനുള്ള ഭയം മുഴുവൻ പോയി. അപ്പോൾ 40 കിലോമീറ്റർ നീന്താനുള്ള മുഴുവൻ തയ്യാറെടുപ്പും കൂടി ഞങ്ങൾ നിൽക്കുക. ഡിഫൻസ് ഫയർഫോഴ്സിൽ വളണ്ടിയർ ആണ്. കായലിൽ നീന്തി, 3 ദിവസം മുമ്പേ പുഴ നീന്തി, ഇപ്പോൾ ഇന്ന് കടലിൽ നീന്തി. നല്ലൊരു എക്സ്പീരിയൻസ് ആയാലും കായലായാലും. ഇപ്പോൾ ഞാൻ സ്വിമ്മിംഗ് പൂള്, അത് കഴിഞ്ഞ് കായൽ, പുഴ, ഇപ്പോൾ കടൽ. ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നത് കടലാണ്. ഇന്ന് വരുമ്പം തന്നെ നല്ല പേടിയുണ്ടായിരുന്നു കടൽ കണ്ടിട്ട്. കാരണം ഇതുവരെ നീന്തിയിട്ടില്ല കടൽ. പുഴ നീന്തിന്, കാല് നീന്തി, പക്ഷെ കടൽ നീന്തി കഴിഞ്ഞാലാണ് മനസ്സിലായത് ഈസിയിൽ നമുക്ക് നീന്തി. ഇപ്പം ഇവിടുന്ന് അങ്ങേ അറ്റത്ത് പോയി അവിടെയാണ് കൂടുതൽ ഈസി, ഇവിടെയല്ല ഈസി. നമുക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ഈസി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻജോയ് ചെയ്തു, നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. നമുക്ക് ഇത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ബിക്കോസ് നമ്മൾ സ്വതവേ കുളത്തിലൊക്കെ അപ്പം ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, നമുക്ക് അത്രേ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു. ഇവിടെ വന്ന് ഇത്രയും ദൂരം 3 കിലോമീറ്റർ അങ്ങോട്ട് ദൂരേക്ക് പോകുമ്പോഴാണ് നമ്മളെ തന്നെ ഒരു സ്ട്രെങ്ത് മനസ്സിലായത്. കടലിൽ നീന്തുമ്പം എനിക്ക് വളരെ നല്ലൊരു അനുഭവമാണ്. എന്താണെന്ന് വെച്ചാൽ അത് ചാൾസൺ മാഷിൻ്റെ ഒറ്റ കഴിവാണ്. എന്താണെന്ന് വെച്ചാൽ ആളെ കൊണ്ടുവന്ന് ആ രീതിയിലാക്കിയിട്ട് എത്ര കിലോമീറ്റർ നീന്തി കഴിഞ്ഞാലും, ഞാനിപ്പോൾ 8 കിലോമീറ്ററോ 10 കിലോമീറ്ററോ നീന്തി കഴിഞ്ഞാലും എനിക്ക് ഒരു തളർച്ചയോ അങ്ങനത്തെ യാതൊന്നും ഉണ്ടാവാറില്ല. വളരെ നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റുന്ന. അതുകൊണ്ട് എല്ലാവരും ഈ സ്വിമ്മിങ് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ വളരെ നമ്മളെ മുങ്ങി മരണം എത്രയോ കുറക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് 16, 17 തീയതികളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം, അതൊരു എത്ര കിലോമീറ്റർ, ഒരു 10-40 കിലോമീറ്ററാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ കിലോമീറ്ററിന് നീന്താനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നല്ലൊരു കാര്യമാണ്. ഇതുവരെ ഇതേപോലെ പുഴയിലോ കായലിലോ കടലിലോ നീന്തില്ല. ഫസ്റ്റ് ടൈമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ കടലിൽ നീന്താനും പോകാനൊക്കെ. പക്ഷേ ഇപ്പോൾ സാറിൻ്റെ പേര് വന്നപ്പോൾ നല്ല അതൊന്നും ഒരു വിഷയമല്ല. എന്നുവെച്ചാൽ ഓരോ വെള്ളത്തിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ പൊരുത്തപ്പെടാൻ പെട്ടെന്ന് കഴിയും. ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ചെറുതായിട്ട് രീതിയിൽ സ്വിമ്മിങ് അറിയാമെന്ന് വെച്ചിട്ട് വെള്ളത്തിലിറങ്ങി ആ ഒരു കാരണം കൊണ്ട് പറഞ്ഞാൽ കുറേ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കടലിൽ നീന്തും പോലെ ആയിരിക്കില്ല പുഴയിൽ നീന്തേണ്ടി വരിക, അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന കുളത്തിൽ നീന്തേണ്ടി വരിക. ഓരോ വെള്ളത്തിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് സാറ് വെള്ളത്തിന് നമ്മളെ അടുപ്പിക്കുന്നത്. വെള്ളത്തോട് അടുപ്പിച്ചിട്ടാണ് വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ എൻ്റെ 2 മക്കളും ഈ കടൽ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ലോകം തന്നെ ഇന്ന് വളരെ വലിയൊരു ആശങ്കയിലാണ്. യുദ്ധ ഭീതിയിലും പിന്നെ അതുപോലെ നമ്മുടെ ആൾക്കാർ ജലദുരന്തത്തിൽപ്പെട്ടിട്ട് മരണമടയുന്ന പ്രത്യേക കാലഘട്ടത്തിൽ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ചാൾസൺ നടത്തുന്ന ഈ പുഴ, കായൽ, കടൽ താണ്ടി 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ യുദ്ധ സന്ദേശവുമായുള്ള, അതേപോലെ ജല സുരക്ഷാ സന്ദേശവുമായുള്ള ഈ നീന്തൽ പരിപാടിക്ക് ഞാനെല്ലാം ആശംസകൾ അർപ്പിക്കുകയാണ്. കടലകളിൽ പേടിയില്ലാന്ന ഒരു പരിപാടിയുണ്ട്. കടൽ നീന്തലിലെ ഒരു ഭയമില്ലാതെ നീന്താന്നുള്ള ഒരു ഇത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തിട്ട് 13 വർഷം മുമ്പ് ചാൾസ് സാറിനെ ഒന്നിച്ചിട്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. കടലിൽ ആദ്യമായിട്ട് ഇറങ്ങി നീന്താനുള്ള ഒരു ധൈര്യം തന്നത് ചാൾസ് സാറായിരുന്നു.